നെക്സ്റ്റ് നമുക്ക് ട്രിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്ററിൻ്റെ ഒരു പ്രോബ്ലത്തിലേക്ക് നോക്കാം. എ ട്രിപ്പിൾ എഫക്റ്റ് ഇവാപ്പറേറ്റർ ഈസ് യൂസ് ടു കോൺസെൻട്രേറ്റ് 1000 kg ഓഫ് aqueous solution ഫ്രം എ കോൺസെൻട്രേഷൻ ഓഫ് 20% to 80% സൊല്യൂട്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 20, ഫൈനൽ കോൺസെൻട്രേഷൻ 80, ട്രിപ്പിൾ എഫക്റ്റ് 3 ഉണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റിലേക്ക് കയറുന്നതാണ് 20, അവസാനം ഇറങ്ങുന്നത് തേർഡ് എഫക്റ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് 80. ഓക്കെ, അപ്പോൾ XL1 XL2 തന്നിട്ടില്ല, ഫൈനൽ XL3 മാത്രമേ തന്നിട്ടുള്ളൂ, XFും XL3യും. ദെൻ ഫീഡ് പറഞ്ഞിട്ടുണ്ട് 1000 kg. ഇനി ഫീഡ് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം ബേസിസ് ഫീഡ് 1000 kg എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ദെൻ assuming an equal amount of vaporization in each effect, equal amount of vaporization. ഇതാ ഞാൻ പറഞ്ഞ നമ്മൾ ഫസ്റ്റ് ഇവാപ്പറേറ്റർ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇതിൻ്റെ തിയറി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഈക്വൽ എമൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ V1ഉം V2ഉം V3യും എന്തായിരിക്കും ഈക്വൽ ആയിരിക്കും. ഫസ്റ്റ് എഫക്റ്റ് നിന്ന് പുറത്തേക്ക് വരുന്ന V1ഉം സെക്കൻഡ് എഫക്റ്റ് നിന്ന് പുറത്തേക്ക് വരുന്ന V2ഉം തേർഡ് എഫക്റ്റിന് പുറത്തേക്ക് വരുന്ന V3യും ഈക്വൽ ആയിരിക്കും. ഈക്വൽ എമൗണ്ട് ഓഫ് വാപ്പറൈസേഷൻ ഇൻ ഈച്ച് എഫക്റ്റ്. ഓക്കെ, ദെൻ കാൽക്കുലേറ്റ് ദി കോമ്പോസിഷൻ ആൻഡ് വെയിറ്റ് ഓഫ് സൊല്യൂഷൻ എൻറ്ററിങ് ദി സെക്കൻഡ് ആൻഡ് തേർഡ് ഇവാപ്പറേറ്റർ. എന്ന് വെച്ചാൽ XL1 കണ്ടുപിടിക്കണം, XL2 കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ L1 കണ്ടുപിടിക്കണം, L2 കണ്ടുപിടിക്കണം. XF അറിയാം, XL3 അറിയാം. അല്ല നമ്മൾ നേരത്തെ ക്വസ്റ്റ്യനിൽ 10% നിന്ന് 20% ആക്കി, 20% നിന്ന് 50% ആക്കി, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 20% ഒറ്റ ഇവാപ്പറേറ്ററിൽ 80 വരില്ല. ആദ്യത്തെ ഇവാപ്പറേറ്റർ, ദെൻ രണ്ടാമത്തെ ഇവാപ്പറേറ്റർ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഇവാപ്പറേറ്റർ കഴിയുമ്പോഴാണ് അത് 80% ആവുന്നത്. അപ്പോൾ XFും തന്നിട്ടുണ്ട്, XL3 തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചിത്രം വരച്ച് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവാം. ഞാൻ പറഞ്ഞു ആ ഡയഗ്രാം വരയ്ക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമുക്ക് ആദ്യം ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, നമ്മൾ 3 ഇവാപ്പറേറ്റർ വരച്ചു, 1, 2, 3. ഫസ്റ്റിലേക്ക് ഞാൻ ഫീഡ് കൊടുത്തിട്ടുണ്ട് F, എന്നോട് പറഞ്ഞിട്ടുണ്ട് 1000 kg. ഓക്കെ, അതിൻ്റെ കോൺസെൻട്രേഷൻ പറഞ്ഞിട്ടുണ്ട് 20%, 0.2. ഓക്കെ, XF = 0.2. ദെൻ 80% ആയി. അപ്പോൾ എന്ന് വെച്ചാൽ ലാസ്റ്റിലാണ് 80%. XL3 = 0.8. ട്രിപ്പിൾ എഫക്റ്റ് യൂസ് ചെയ്ത് 80 ആക്കിയെന്ന് പറഞ്ഞാൽ ലാസ്റ്റാണ് 80. അപ്പോൾ ഇവിടുത്തെ ഫ്ലോ റേറ്റ് എനിക്കറിയണം. ദെൻ ഇത് സെക്കൻഡും 1 ഉണ്ട്. ഇവിടെ L1, XL1, ഇവിടെ L2, ഇവിടെ XL2. ഓക്കെ, ഇതൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. പക്ഷേ ഇതൊക്കെ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് ആദ്യം L3 കണ്ടുപിടിക്കണം, V1, V2, V3 ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ അല്ലേ? അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ സൊല്യൂട്ട് ബാലൻസിലേക്ക് പോവാം, നേരത്തെ പോലെ തന്നെ. അപ്പോൾ സൊല്യൂട്ട് ബാലൻസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ തിയറിയിൽ പറഞ്ഞിട്ടുള്ളതാണ് FXF = ഫസ്റ്റ് എഫക്റ്റ് എന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ L1 XL1, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് എഴുതാം L2 XL2, ദാറ്റ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്ത് എഴുതാം L3 XL3. ഓക്കെ, FXF = L1 XL1 = L2 XL2 = L3 XL3. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ ലാസ്റ്റത്തെ ഇക്വേഷനിലേക്ക് കൊടുക്കുകയാണെങ്കിൽ FXF = L3 XL3. അതായത് കയറുന്ന സൊല്യൂട്ട് എവിടെയാണ്, അവസാനം ഇറങ്ങുന്നത് എവിടെയാണ്, ഇവിടെയാണ് L3 XL3 ഉണ്ടാക്കിക്കൂടെ. FXF = L3 XL3. നമ്മൾ ഡബിൾ എഫക്റ്റ് ആണെങ്കിൽ FXF = L2 XL2 കണ്ടിട്ട് വേണമെങ്കിൽ ചെയ്യാം. സിംഗിൾ ആണെങ്കിൽ FXF = L1 XL1 ചെയ്യാം. ഇനി Fന് വാല്യൂ ഉണ്ട് 1000. 1000 × 0.2 = L3 × 0.8. സോ 0.8ഉം 0.2ഉം കട്ട് ചെയ്താൽ 4, 1000/4, 1000/4 = 250. സോ L3യുടെ വാല്യൂ നമുക്ക് കിട്ടി 250 kg. അപ്പോൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വയ്ക്കുക. ട്രിപ്പിൾ ആണെങ്കിൽ FXF മുതൽ L3 XL3 വരെ ഈക്വൽ ടു എഴുതാം, ഡബിൾ ആണെങ്കിൽ L2 XL2 വരെ ഈക്വൽ ടു എഴുതാം, സിംഗിൾ ആണെങ്കിൽ L1 XL1 വരെ ഈക്വൽ ടു എഴുതാം. അപ്പോൾ L3 കിട്ടി. ഇനി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്താ an equal amount of vaporization in each effect. അതായത് V1ഉം V2ഉം V3യും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് എഴുതാം V1 = V2 = V3 = V. ഓക്കെ, V1 = V2 = V3 = V. അപ്പോൾ ആദ്യത്തെ കേസിലേക്ക് എടുക്കുകയാണെങ്കിൽ F = L1 + V1 ഉണ്ട്. ഇവിടെ എനിക്ക് L1 കണ്ടുപിടിക്കാം, പക്ഷേ എന്തറിയണം, V1 അറിയണം. ഇനി L1 എടുക്കുകയാണെങ്കിൽ എന്ത് വരും, L2 + V2 വരും. L2 എടുക്കുകയാണെങ്കിൽ എന്ത് വരും, L3 + V3 വരും. അപ്പോൾ ഞാനിവിടെ ട്രിപ്പിൾ എഫക്റ്റിൻ്റെ കേസിൽ പറഞ്ഞായിരുന്നു
ഓവറോൾ എടുക്കുകയാണെങ്കിൽ എൻ്റെ ഇൻപുട്ട് എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇതെൻ്റെ ഒരു ഔട്ട്പുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. L1 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് വീണ്ടും സെക്കൻഡ് കയറിയോണ്ട് അത് വീണ്ടും ഇൻപുട്ടായി. ഇത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വീണ്ടും ഇൻപുട്ടായി. അപ്പോൾ L1 L2 എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. ഇനീഷ്യൽ ഇൻപുട്ട് F മാത്രം, ഫൈനൽ ഔട്ട്പുട്ട് V1 ഉണ്ട്, V2 ഉണ്ട്, V3 ഉണ്ട്, ആരും കൂടി ഉണ്ട്, L3 ഉണ്ട്. സോ F is equal to V1 plus V2 plus V3 plus L3. ഓക്കെ, അപ്പോൾ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈക്വൽ ആയതുകൊണ്ട് V1 V2 V3 ഈക്വൽ ടു V. അങ്ങനെയാണെങ്കിൽ V1 പ്ലസ് V2 പ്ലസ് V3 എനിക്ക് എന്ത് എഴുതാം? V പ്ലസ് V അല്ലേ? എല്ലാം V ആണ്. V1ഉം V ആണ്, V2ഉം V ആണ്, V3യും V ആണ്, ഈക്വൽ എമൗണ്ട് ആണ്. അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3 എന്ന് വെച്ചാൽ V പ്ലസ് V എന്ന് വെച്ചാൽ എന്താ? 3V. ഓക്കെ, അപ്പോൾ F is equal to എൻ്റെ ഇക്വേഷൻ ഇതാണ്, V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് L3. അപ്പോൾ V1 പ്ലസ് V2 പ്ലസ് V3ക്ക് വരെ എനിക്ക് എന്ത് കൊടുക്കാം? 3V കൊടുക്കാം. സോ F is equal to 3V പ്ലസ് L3. അപ്പോൾ F എനിക്കറിയാം 1000, L3 നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ 1000 ഈക്വൽ ടു 3V പ്ലസ് 250, 3V ഈക്വൽ ടു 750, V ഈക്വൽ ടു 250. ഓക്കെ, V 250 ആണെങ്കിൽ എന്താ അതിൻ്റെ മീനിങ് എന്താ? V1 എന്ന് പറയുന്നത് V ആണ്, 250 കിലോഗ്രാം. V2 എന്ന് പറയുന്നതും V ആണ്, 250 കിലോഗ്രാം. V3 എന്ന് പറയുന്നതും V ആണ്, 250 കിലോഗ്രാം. ഓക്കെ അല്ലേ? ഇനി L1 XL1 L2 XL2ലേക്ക് പോകാം. ഇനി നമുക്കിവിടെ ഫസ്റ്റ് എഫക്റ്റിൽ ഓവറോൾ മെറ്റീരിയൽ ബാലൻസ് എടുക്കാം. F കയറുന്ന ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? V1ഉം L1ഉം. F is equal to V1 പ്ലസ് L1. F എത്രയാണ്? 1000. സോ 1000 ഈക്വൽ ടു 250 പ്ലസ് L1. L1 ഈക്വൽ ടു എന്ത് വരും? 750. L1 ആയേ 750 കിലോഗ്രാം. then വീണ്ടും L1 ആണ് സെക്കൻഡിലേക്കുള്ള ഇൻപുട്ട്. ഔട്ട്പുട്ട് ഏതൊക്കെയാണ്? V2 L2. so again L1 ഈക്വൽ ടു V2 പ്ലസ് L2, ദാറ്റ് ഈസ് 750 ഈക്വൽ ടു V2 എത്രയാണ്? 250 തന്നെ അല്ല, എല്ലാത്തിലും നമ്മൾ സെയിം വായ്പറാണ് എടുത്തിരിക്കുന്നത്. സോ L2 is equal to എന്ത് വരും? 500 കിലോഗ്രാം. ഓക്കെ, ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി കണ്ടുപിടിക്കാനുള്ളൂ, XL1ഉം XL2. സോ നമ്മളുടെ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ F ഇൻറ്റു XF ഈക്വൽ ടു L1 ഇൻറ്റു XL1. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് എന്ത് കിട്ടും? XL1 കിട്ടും. സോ F എനിക്കറിയാം 1000 ഇൻറ്റു 0.2 ഈക്വൽ ടു L1 എത്രയാണ്? 750 ഇൻറ്റു XL1. സോ XL1 ഈക്വൽ ടു 200/75, 20/75, 4/15, 230, 0.267. ഓക്കെ, ഇനി സെക്കൻഡ് ഇവാപ്പറേറ്ററിലേക്ക് XL1 ആയ 0.267. അതിനടുത്ത് XL2. അപ്പോൾ കോൺസെൻട്രേഷൻ ഏതാണെങ്കിൽ എന്ത് എഴുതാം? 26.7%. ഇനി XL2ലേക്ക് പോവാം. എങ്ങനെ പോവാം? L1 XL1 ആണ് സെക്കൻഡിൽ കയറുന്നത് അല്ലേ? ഇവിടെ FXF കയറി, L1 XL1 ഇറങ്ങി. ഇവിടെയാണെങ്കിൽ L1 XL1 കയറി, L2 XL2 ഇറങ്ങി. നമ്മൾ തുടക്കത്തിൽ എഴുതിയായിരുന്നു എല്ലാം കൂടെ ഈക്വൽ ടു ആക്കിയിട്ട് FXF ഈക്വൽ ടു L1 XL1 ഈക്വൽ ടു L2 XL2 ഈക്വൽ ടു L3 XL3. സോ നെക്സ്റ്റ് L1 XL1 ഈക്വൽ ടു L2 XL2. L1 എത്രയാണ്? 750 ഇൻറ്റു 0.267. ഞാൻ അതിന് പകരം 4/15 കൊടുക്കുകയാണ്. 0.267 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുത്താൽ മതി. L2ൻ്റെ വാല്യൂ 500. 500 ഇൻറ്റു XL2 സോൾവ് ചെയ്യുകയാണെങ്കിൽ 75, 15, 5, 20, 20/50, 0.4. ഓക്കെ, ദാറ്റ് മീൻസ് 40%. അപ്പോൾ ഇത്രയും ചെയ്യാനുള്ളൂ. ഞാൻ ഫസ്റ്റ് FXFും L3 XL3യും ബാലൻസ് ചെയ്ത് L3 എടുത്ത്, ദെൻ ഓവറോൾ F is equal to L3 പ്ലസ് V1 പ്ലസ് V2 പ്ലസ് V3 എടുത്ത്, അതിൽ V1 V2 V3ക്കും V കൊടുത്ത്. സോ F is equal to എന്ത് വരും? L3 പ്ലസ് 3V വരും. ഇത് സോൾവ് ചെയ്താൽ എനിക്ക് V കിട്ടും. അതെല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാരണം V1 V2 V3 എല്ലാം V ആണ്. ഇനി ഓരോന്നിലും കൊണ്ടുപോയിട്ട് F is equal to V1 പ്ലസ് L1 ഉപയോഗിച്ചിട്ട് L1 കണ്ടുപിടിക്കാം. L1 ഈക്വൽ ടു V2 പ്ലസ് L2 ഉപയോഗിച്ചിട്ട് L2 കണ്ടുപിടിക്കാം. L1 L2 ആയി കഴിഞ്ഞാൽ പിന്നെ കോൺസെൻട്രേഷൻ ബാലൻസ് FXF ഈക്വൽ ടു L1 XL1, ദെൻ L1 XL1 ഈക്വൽ ടു L2 XL2.
അപ്പോൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് XL1 കിട്ടി, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ XL2 കിട്ടി. ക്ലിയർ അല്ലേ? ഇതിൻ്റെ 2 പ്രോബ്ലം കൂടി നിങ്ങൾ നോക്കിയാൽ മതി, പക്കയായിരിക്കും. ഇതിൻ്റെ ഇക്വേഷൻസ് നിങ്ങളൊന്ന് ആദ്യം ഞാൻ തിയറി പറഞ്ഞിട്ടുണ്ടാകും, ഒന്ന് നോക്കുക, ഈ പ്രോബ്ലം കൂടെ ചെയ്താൽ ഓക്കെ. താങ്ക് യു.